പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലതും വിലയേറിയതും മനോഹരവുമായിരിക്കുന്ന ഈ നല്ല സമയം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അടുത്തും അകലെയുമായി ഞങ്ങളെ ശ്രമിക്കുകയും വേണ്ടതായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളും ആലോചനകളും ഞങ്ങൾക്ക് നൽകി എല്ലാ പ്രോത്സാഹനവും തന്ന് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരിക്കൽ കൂടെ നന്ദി പറയുകയും സർവകൃപാലുവായ സ്നേഹാനിധിയായ സ്നേഹസമ്പൂർണനായ ദൈവത്തിൻ്റെ തൃപ്പാദങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്പസമയം തിരുവചനം ചിന്തിപ്പാൻ കടന്നു വരികയാണ്. ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ പുറവന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അല്പസമയത്തെ ചിന്തകൾക്കായി ഒരു തിരുവചന ഭാഗം ഞാൻ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. 121 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്നും വരും. കഴിഞ്ഞകാല ഭക്തന്മാർ അവരുടെ ജീവിത യാത്രയിൽ കഷ്ടതകളും പ്രയാസങ്ങളുടെയും ഓരോ നിമിഷങ്ങൾ കടന്നു വന്നപ്പോൾ അവർ ദൈവസന്നിധിയിൽ അവരുടെ കണ്ണുകളെ ഉയർത്തി. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന മോശ പർവ്വതത്തിൽ നിന്നുകൊണ്ട് കടന്നു വന്നതായിരിക്കുന്ന തന്റെ ജനത്തോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പർവ്വതത്തിലേക്ക് നോക്കും. അപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നതും ദൈവം അവർക്ക് അഭിമുഖമായി സംസാരിക്കുന്നതും കാണുവാൻ ഇടയായിത്തീരും. അന്നു മുതൽ അവരെല്ലാവരും ദൈവത്തെ പർവ്വതാപുരുഷനെന്നും സ്നേഹസ്വരൂപനെന്നും കരുണാനിധി എന്നും ദൈവത്തിന്റെ മനസ്സിലുള്ള ദൈവമെന്നും അവർ വിളിച്ചു പോന്നു. അതുകൊണ്ടാണ് ദൈവദാസൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴാണ് കണ്ണുകൾ ഉയർത്തുന്നത്? സങ്കടങ്ങൾ വരുമ്പോൾ, വേദനകളും ദുഃഖങ്ങളും കടന്നു വരുമ്പോൾ ഓരോ പ്രിയപ്പെട്ടവരും അവർ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കണ്ണുകളെ ഉയർത്തും. 70-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവേ, താമസിക്കരുത്, വേഗം വരുമാറാകണമേ. നീ താമസിക്കരുത്, വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിനക്ക് ഉത്തരം അരുളും. 91-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ സമീപസ്ഥനാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, മനസ്സ് തകർന്ന, നിരാശ കൊണ്ട, ദുഃഖിതനായ, വേദനകളും ദുഃഖങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് യേശുവിന്റെ കാൽക്കലേക്ക് അടുത്തു വന്ന യായിറോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നമുക്ക് അവിടെ കാണാം. ജീവിതത്തിൽ ഒരുപാട് നന്മ ഉള്ള വ്യക്തിയാണ്, ധനമുള്ള വ്യക്തിയാണ്, സ്ഥാനമാനങ്ങളുള്ള വ്യക്തിയാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ആ പ്രിയപ്പെട്ടവൻ അനേകിടങ്ങളിൽ തൻ്റെ മകൾക്ക് ചികിത്സയുമായി കടന്നുപോയി. അവിടെയൊക്കെ വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ വന്നപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടു. യേശുവിന്റെ അരികിലേക്ക് വരുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ യേശുവിന്റെ കാൽക്കൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ കുഞ്ഞുമകൾ അത്യാസമ നിലയിലായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ. യേശു വാക്ക് കേട്ടു. അവനെ നിരാശപ്പെടുത്തിയില്ല, അവനെ ഭാരപ്പെടുത്തിയില്ല. യേശുവിനെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ്. യായിറോസിന്റെ ജീവിതത്തിൽ അത് കാണുവാൻ ഇടയായി തീർന്നു, മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. ദുഃഖിതനായി വേദനകളെ ഉള്ളിലൊതുക്കി കടന്നു വന്നതായിരിക്കുന്ന യായിറോസ് അല്പം പ്രത്യാശ ലഭിക്കപ്പെട്ടു. ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ വിലാപത്തിന്റെയും വേദനയുടെയും അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. തന്റെ കുഞ്ഞുമകൾ മരിച്ചുപോയി. ഈ വാർത്ത കേട്ടപ്പോൾ യായിറോസ് വഴിമധ്യേ തളർന്നു പോകുന്നൊരവസ്ഥയുണ്ടായി. ഇനി എന്ത് ചെയ്യണം? ആ വന്നതായിരിക്കുന്ന ഭൃത്യൻ പറഞ്ഞത്, ഇനിയും യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കേണ്ട, നിന്റെ കുഞ്ഞുമകൾ മരിച്ചു പോയിരിക്കുന്നു എന്ന്.
നിന്റെ കുഞ്ഞുമകൾ മരിച്ചു പോയിരിക്കുന്നു. യേശുവിന്റെ അരികിൽ നിൽക്കുന്ന യായിറോസ് തളർന്നു പോകുമ്പോൾ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, നമുക്ക് നിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകാം. വിലപിക്കുന്നവരെയും കരയുന്നവരെയും സഭക്കാരെയും സമൂഹത്തെയും കൂടി വന്നവരെയും ഒക്കെ പുറത്തേക്കാക്കിയിട്ട് യേശു വാതിൽ തുറന്ന് അകത്ത് കയറി. കുഞ്ഞ് കിടക്കുന്ന സമീപത്ത് കടന്നു വന്ന് ആ കുഞ്ഞിന് ജീവൻ നൽകി. യായിറോസ് പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞുമകളെ മടക്കി കൊടുക്കാനിടയായി തീർന്നു. യഹോവേ, നീ താമസിക്കരുത്, എന്നെ വിടിവിക്കുവാൻ കടന്നു വരണം. ഈ മരുഭൂപ്രയാണത്തിൽ ദൈവം കടന്നു വന്നതായിരിക്കുന്ന വ്യക്തികളെ നമുക്കറിയാം. ദാനിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ തീച്ചൂളയുടെ മുൻപിൽ നിന്നിട്ട് 3 ചെറുപ്പക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ തീച്ചൂളയുടെ നടുവിൽ നിന്നും രാജാവിന്റെ നിയമത്തിന്റെ മുൻപിൽ നിന്നും ഞങ്ങളെ വിടിവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. അഗ്നി ഞങ്ങളുടെ മുൻപിൽ വളർന്നുകൊണ്ടിരിക്കട്ടെ, ജ്വാല വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ, ഞങ്ങൾക്ക് ഭയമില്ല. കാരണം അഗ്നി നാവുള്ളവൻ, അഗ്നി കണ്ണുള്ളവൻ ഞങ്ങൾക്ക് വിടിവിക്കുവാനായിട്ട് കടന്നു വരും. ആ 3 ചെറുപ്പക്കാരുടെ വിശ്വാസം അവിടെ നിന്നതായിരിക്കുന്ന സകല ജനങ്ങൾക്കും വളരെ പ്രയാസം വന്നെങ്കിലും അവർക്ക് എതിരായിട്ട് തീച്ചൂള വർദ്ധിപ്പിക്കുകയും അതിലേക്ക് അവരെ ഇടുകയും ചെയ്തപ്പോൾ 4-മനായിട്ട് ഇറങ്ങി വന്ന് അവരെ വിടിവിക്കാനിടയായി തീർന്നു. യഹോവേ, നീ താമസിക്കരുത്, ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുകയാണ്. നമ്മുടെ കണ്ണുകൾ ഉയർത്താം. വേദനയുടെ നടുവിലും ഭാരത്തിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. നമുക്കറിയാം, കർമ്മേൽ പർവ്വതത്തിൽ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ഏലിയാവ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇടിഞ്ഞു മുറിഞ്ഞതായിരിക്കുന്ന യാഗപീഠത്തിന്റെ കല്ലുകൾ പെറുക്കി അടുക്കി വെച്ച് വിറകത്തിന്മേൽ അടുക്കി 2 സേയ വിത്ത് വിതയ്ക്കാനുള്ള തോടുണ്ടാക്കി അതിനകത്ത് വെള്ളം നിറച്ച് അവിടെ നിന്നിട്ട് മാംസങ്ങൾ അടുക്കി. ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞു, യഹോവേ, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ ആയിരിക്കുന്ന ദൈവഭക്തന്മാർക്ക് എപ്പോഴും ഒറ്റപ്പെട്ട അവസ്ഥയായിരിക്കും, നിന്ദയുടെ അവസ്ഥയായിരിക്കും, വേദനയുടെ അവസ്ഥയായിരിക്കും. എന്നാൽ ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്, യഹോവേ, നീ തീ കൊണ്ട് ഉത്തരം അല്ലുമാറാകണമേ. യഹോവേ, നീ താമസിക്കരുത്, നീ വിടിവിക്കാൻ വേഗം വരണം. നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ കാലുകൾ ഇടർന്ന അവസ്ഥയുണ്ടാകാം, മനസ്സ് പതറുന്ന അവസ്ഥയുണ്ടാകാം, കണ്ണുകൾ നിറയുന്ന അവസ്ഥയുണ്ടാകാം. പലവിധമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിന്റെ മധ്യത്തിൽ തളർന്നു പോകാതെ നമുക്ക് മുൻപോട്ട് കടന്നു പോകാം. 6-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഞാൻ തളർന്നിരിക്കുന്നു എന്നവിടെ വായിക്കുകയാണ് ദാവീദ് പറയുന്നത്. ഞാൻ തളർന്നിരിക്കുന്നു. ഹൃദയം നുറങ്ങുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവമാണ്. ആഴത്തിൽ നിന്നും വിളി കേൾക്കുന്ന, ആഴത്തിൽ നിന്നുകൊണ്ട് നിലവിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മൾ ആ വേദനയുടെ നടുവിൽ വിളിച്ചിട്ടുണ്ട്, തകർന്നുപോയ അവസ്ഥയിൽ വിളിച്ചിട്ടുണ്ട്, നിരാശയുടെ അവസ്ഥയിൽ നമ്മൾ വിളിച്ചിട്ടുണ്ട്, കണ്ണു നിറഞ്ഞ അവസ്ഥയിൽ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകളിൽ ആ ദൈവത്തോട് കരഞ്ഞപേക്ഷിച്ചപ്പോൾ അവൻ നമ്മുടെ കൈക്ക് പിടിച്ചുയർത്തി പാറമേൽ നിർത്തി പുതിയ പാട്ടുകൾ തന്നു. ഇന്ന് നാം സന്തോഷത്തോടുകൂടെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തി കടന്നു വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, എൻ്റെ ദൈവം വിടിവിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. ആ സ്നേഹത്തിന്റെ മുൻപിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മെ സമർപ്പിക്കാം. യഹോവേ, താമസിക്കരുത്, വേഗം വരുമാറാകണമേ. എൻ്റെ ഭവനത്തിന്റെ ആവശ്യങ്ങൾക്ക്, എൻ്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട സഹോദരി തൻ്റെ ഭർത്താവിന്റെ രോഗാവസ്ഥയിൽ വളരെ വേദനയോടുകൂടെ വിളിക്കാനിടയായിത്തീർന്നു. ആ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം അതിനാശ്വാസവും വിടുതലും നൽകുവാനിടയായിത്തീർന്നു. അമേരിക്കയിൽ നിന്നും ഒരു പ്രിയപ്പെട്ട മാതാവ് വളരെ വേദനയോടുകൂടെ വിളിക്കാനിടയായിത്തീർന്നു. ആ പ്രിയപ്പെട്ട മാതാവ് ഏത് വിഷയത്തിന് വേണ്ടി കരഞ്ഞുവോ അവിടെ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിത്തീർന്നു. ബഹറിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ഇംഗ്ലണ്ടിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, അതുപോലെ സൗദിയിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, വടക്കേ ഇന്ത്യയിലുള്ള പ്രിയപ്പെട്ട ഒരു സഹോദരി അത് വേദനയോടുകൂടെ കഴിഞ്ഞ ദിവസം വിളിക്കുകയും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ വിഷയത്തിന് ദൈവം വിടുതൽ കൊടുക്കാനിടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുന്ന അവസ്ഥയുണ്ട്, ഭാരപ്പെടുന്ന അവസ്ഥയുണ്ട്, നമുക്ക് ബലപ്പെടാം, ദൈവത്തിൽ ആശ്രയിക്കാം. യഹോവേ, താമസിക്കരുത്, വേഗം വരുമാറാകണമേ. എൻ്റെ രക്ഷയ്ക്കായി, എൻ്റെ വിടുതലിനായി എന്നെ സഹായിക്കുവാൻ നീ വേഗം വരണമേ. കേൾക്കപ്പെട്ടതുമായ വചനത്തിന്റെ മുൻപിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഏതെങ്കിലും വിധത്തിൽ ഭാരത്തിലോ പ്രയാസത്തിലോ ആകുന്നുവെങ്കിൽ ഈ വചനം അവർക്കൊരാശ്വാസം, ശാന്തിയും സമാധാനവും നൽകണം. രോഗഭാരത്താൽ കഴിയുന്ന പ്രിയപ്പെട്ടവർ ആശ്വാസം നൽകണം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകണം. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. വരുന്ന നാളുകളിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ ജോലിയിലും ബിസിനസ്സിലും ചെറുതും വലുതുമായ സകല നന്മകളിലും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകണം. പലയിടങ്ങളിലായി കടന്നുപോയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഈ മഹാമാരിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുകയും ഉദ്ധരിക്കുകയും
ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകണം. വരും ദിനങ്ങളിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയണം, ഞങ്ങളെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്ധിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങളെ തന്നെ സമസ്തം സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. खुदा की मोहब्बत से मामूर होकर, खुदा की मोहब्बत से मामूर होकर मसीहा उतर आया है नूर होकर, मसीहा उतर आया है नूर होकर। खुदा की मोहब्बत से मामूर होकर, खुदा की मोहब्बत से मामूर होकर। वो आया है अपनी ही वादे की खातिर, लिया जन्म उसने कुंवारी से आखिर। वो आया है अपनी ही वादे की खातिर, लिया जन्म उसने कुंवारी से आखिर। मुशीर और मालिक अब्दियत वही है, सलामत का भी शहज़दा वही है। मुशीर और मालिक अब्दियत वही है, सलामत का भी शहज़दा वही है। जहाँ की खुशी का ठिकाना नहीं है, किसी दिल में गम का तराना नहीं है। खुदा की मोहब्बत से मामूर होकर, खुदा की मोहब्बत से मामूर होकर। दोबारा वो आएगा का दिल बनेगा, वो गम की दिल को मुनावर करेगा। दोबारा वो आएगा का दिल बनेगा, वो गम की दिल को मुनावर करेगा। हुजूर उसके तब शादमानी रहेगी, खुशी वो बड़ी आसमानी रहेगी। हुजूर उसके तब शादमानी रहेगी,
खुशी वो बड़ी आसमानी रहेगी। नई सल्तनत का वो राजा बनेगा, सदा कस तख्त को संभाले रहेगा। खुदा की मोहब्बत से मामूर होकर, खुदा की मोहब्बत से मामूर होकर मसीहा उतर आया है नूर होकर। मसीहा उतर आया है नूर होकर। खुदा की मोहब्बत से मामूर होकर, खुदा की मोहब्बत से मामूर होकर।